ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള അഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന കുടുക്കത്ത് പാറയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൊല്ലത്ത് വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലങ്ങളിലൊന്നാണ് ഈ കുടുക്കത്ത് പാറയും. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് നമുക്ക് മുകളിൽ പോയി കാണാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു തിരക്കുമില്ല. നിങ്ങൾ വരികയാണെങ്കിൽ ഈ സമയത്ത് വരികയാണെങ്കിൽ നല്ല പ്രൈവസിയാണ്, നല്ലൊരു അന്തരീക്ഷം, മൊത്തത്തിലൊരു ഗ്രീനറിയും ഒരു കാട്ടിൻ്റെ അകത്ത് പോയ ഒരു പ്രതീതിയാണ്. അത് വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭംഗി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നമസ്കാരം ചേട്ടാ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോയിക്കുട്ടിനാണ്. ഞാനാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്നത്. ഓക്കെ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ആ സ്പോട്ടിലേക്ക് ചെല്ലാനായിട്ട്. ആവശ്യത്തോടാണല്ലേ? ഇതിൽ 1.5 കിലോമീറ്റർ ഉണ്ട് സ്പോട്ടിലേക്ക് ചെല്ലാനുണ്ട്. അവിടുന്ന് 360 സ്റ്റെപ്പ് മേപ്പോട്ട് കയറണം. മേപ്പോട്ട് കയറുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാറ അവിടെ നമുക്കൊന്ന് കാണാം. അവിടെ മേളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാ ദേശങ്ങളും, തമിഴ്നാട് അതിർത്തി, ചടയമംഗലം പാറ, ചടയമംഗലം ജടായിപ്പാറ, അതുപോലെ തന്നെ നമ്മുടെ പൂനലൂർ, കൊട്ടാരക്കര, വിഭാഗങ്ങളെല്ലാം നമുക്കവിടെ നിന്ന് കാണാം. നമ്മുടെ 4 ജില്ലകൾ, കേരളത്തിലെ 4 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഈ 4 ജില്ലകളും നമുക്കവിടെ നിന്ന് കാണാം. അത് ആലപ്പുഴയുടെ ആറിൻ്റെ കടലിൻ്റെ അതിർത്തിയൊക്കെ അവിടെ നിന്ന് നമുക്ക് പൊങ്ങി കാണാം. അവിടെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ 3 വ്യൂ പോയിൻറ്റുകളുണ്ട്. 3 പോയിൻ്റ് നിങ്ങൾ സന്ദർശിച്ചില്ലേ? ആ 3 പോയിൻറ്റുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സാധാരണ എല്ലാ ദിവസവും തിരക്കാണോ അതോ ഞായറാഴ്ച? എല്ലാ ദിവസങ്ങളും തിരക്കുണ്ട്. ഇന്നിപ്പോൾ ആളിത്തിരി കുറവാണ്. ശനിയും ഞായറും അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളിനെ കുറച്ചാണ് കയറ്റുന്നത്. 30 പേർക്ക് ഒരു വലിപ്പം കയറാൻ പറ്റും. 30 പേരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ നമ്മൾ ഇവിടെ നിർത്തി അവരെ കുറച്ച് പേർ ഇറങ്ങിയ ശേഷം കയറ്റും. സാമൂഹിക അകലം പാലിക്കണം. ഗവൺമെൻറ് എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആളിനെ കയറ്റുന്നുള്ളൂ. ഓക്കെ, ശരി ചേട്ടാ, താങ്ക് യു. ഇന്നത്തെ എൻ്റെ യാത്രയിൽ എൻ്റെ വൈഫ് കൂടിയുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കൊല്ലത്ത് തന്നെ ആണെങ്കിലും വന്നപ്പോൾ ഓഫ് റോഡ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇവിടെ വരാം. ഒരു താഴത്തെ സെക്യൂരിറ്റി പറഞ്ഞത് ഇവിടെ 365 സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ കയറി പോകണമെന്നാണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വരുമ്പോൾ എല്ലാവരും വെള്ളം കരുതുക. പിന്നെന്താ, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ സൗന്ദര്യം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇവിടുത്തെ കാറ്റടിക്കുന്നത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് മഴ പെയ്യാൻ പോകുമെന്നാണ്. അപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് അല്ല, ഇത് കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ടാണ് എന്നാണ്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ അധികം ആളുകളില്ല, 1-2 വണ്ടികൾ മാത്രമേ എക്സ്ട്രാ ആയുള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് നോക്കാം അവിടെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് ഒരുമിച്ച് പോയി കാണാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പകുതി ദൂരം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് ടയേർഡായി. അപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് കയറാൻ ഈ സൈഡിലായിട്ട് കമ്പിയുണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ചെയർ പോലത്തുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണിക്കുമ്പോഴൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, കുട്ടികൾക്കും മുതിർന്നവർക്കും വരാൻ ഫിസിക്കലി ചലഞ്ചായിട്ടുള്ളവർക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വിചാരിച്ച പോലെ അല്ല ഫ്രണ്ട്സ്, ഇത് നല്ലൊരു കാർഡിയോ എക്സസൈസാണ്. അതെ. അപ്പോൾ ബാക്കി കാഴ്ചകളും മുകളിൽ പോയിട്ട് കാണാം. അറ്റ് ദി എൻഡ് ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്.
ഇവിടെ ഏറ്റവും ഉയരം കൂടിയ സ്പോട്ടാണിത്. അപ്പോൾ ഓരോ സ്പോട്ടിലും ഓരോ വ്യൂസാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ്, അതിനുള്ളിലൂടെ നമ്മൾ വന്നത്. അപ്പോൾ ആ മരങ്ങളും അതിനപ്പുറത്തേക്ക് മലകളും അങ്ങനെയാണ് ഇവിടുത്തെ വ്യൂസ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് നല്ല ഹൈറ്റ് ഉണ്ട്, നോക്ക് എത്ര വലിപ്പമുണ്ടെന്ന്. വാവ്, വളരെ ബ്യൂട്ടിഫുൾ അല്ലേ മാളു? ഇതിന് മുകളിൽ കയറാൻ കഴിയില്ല, കാരണം ഇത്രയും ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടം വരെ മാത്രമേ നമുക്ക് അലോഡായിട്ടുള്ളൂ. അസുഖേട്ടാ, ചേട്ടൻ്റെ പേര്? ജയകുമാർ. ജയകുമാർ. ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? തന്നെ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. രാവിലെ വരും, വൈകിട്ട് വരെ വർക്ക്. ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണ് ചേട്ടാ? രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെ. 5 വരെ. ഓക്കെ. ആകുമ്പോൾ ഇത് ലോക്കിങ്, പിന്നെ സന്ദർശകർക്കൊന്നും പ്രവേശനമില്ല. ഓക്കെ ഓക്കെ. അഡൾട്ട്സിന് ഫീസ് എത്രയാണ് ഇതിനകത്ത്? ഇപ്പം 20 രൂപ ഉള്ളൂ അല്ലേ? ഫീസൊക്കെ വളരെ കുറഞ്ഞ ഫീസാണ്. അതെ. പൂർണ്ണമായും ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഒരുപാട് നിയമ അതെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പല വികസന പദ്ധതികളും ഒക്കെ പലതും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാണുന്നത് ജടായു പാറയാണ്. അതോ അവിടെ അല്ലേ? അവിടെ ആയിട്ട് ജടായു പാറ കാണും. ഓക്കെ. പിന്നെ ഈ കാണുന്ന മലയും നെല്ലിക്കുന്നെന്നാണ് ഈ മലയുടെ പേര്. ഓക്കെ. അതെ. ഈ മലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പിന്നെ റോപ്പ് സർവീസ് വരുന്നതിനെ കുറിച്ചും ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് വരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആലോചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷേ കേന്ദ്ര വനം വകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശാനുസരണ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. അതെ. അതുപോലെ തന്നെ ഈ 20 രൂപ ഫീസിൽ ഇവിടെ വരുന്ന ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലം വരുന്നതും വളരെ നേട്ടം തന്നെയാണല്ലേ? ടൂറിസത്തിന്റെ 20 രൂപയും കുട്ടികൾക്ക് 15 രൂപയുള്ളൂ. അതെ അതെ. ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വന്ന് കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. റോഡിൽ നിന്ന് തന്നെ ഒരു 2 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് അതെ അതെ ഈ പാറയുടെ അടിവാരത്തേക്ക് അവിടെ നിന്ന് 368 സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. അതെ അതെ. ഇവിടെ തന്നെ വയർലെസ്സിൻ്റെ ഒരു ഇതും ഉണ്ടല്ലേ? ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഒക്കെ ആണെങ്കിൽ ഒരു വയർലെസ്സിൻ്റെ ഒരു ചെറിയൊരു ഓഫീസും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു ചേട്ടാ, വിലയേറിയ ഇൻഫർമേഷൻസിന് താങ്ക്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു.